ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, വെർജീനിയയിലെ ഒരു കാട്ടിൽ കുറച്ചുപേർ കാട് വെട്ടിത്തളിച്ച് വൃത്തിയാക്കുകയായിരുന്നു. അവർ അകലെ നിന്നൊരു സ്ത്രീയുടെ രോദനം കേട്ട് ഓടിച്ചെന്നു. കുറച്ചാളുകൾ ഒരു സ്ത്രീയെ ബലമായി പിടിച്ചുവെക്കാൻ ശ്രമിക്കുകയാണ്. ആ സ്ത്രീ എന്നെ വിട്ടയക്കാൻ വേണ്ടി ആക്രോശിക്കുന്നുണ്ട്. കാരണം ചോദിച്ചപ്പോൾ അവിടെയുള്ളവർ പറയുന്നുണ്ട്, ഈ സ്ത്രീയുടെ കുഞ്ഞ് നദിയിൽ ഒഴുക്കിൽ വീണുപോയി. കുഞ്ഞിനെ രക്ഷിക്കാൻ ഇവർ നദിയിൽ ചാടാനിരിക്കുകയാണ്. ഇവർക്കാണെങ്കിൽ നീന്തലും അറിയില്ല. അതിൽ വീണ കുഞ്ഞ് കൈകാലിട്ടടിക്കുന്നുണ്ട്. ഭയങ്കരമായ ഒഴുക്കുള്ള നദിയിൽ ചാടി ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. ആ സമയത്താണ് അവിടെ ഒരു യുവാവ് നദിയിലേക്ക് എടുത്തു ചാടി സാഹസികതയോടെ ഓളങ്ങളും മുറിച്ചു നീങ്ങി മുങ്ങിക്കൊണ്ടിരുന്ന ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത്. നിർഭയനായി കുഞ്ഞിനെ രക്ഷിച്ച യുവാവിന്റെ ധൈര്യത്തെ ജനക്കൂട്ടവും ആ അമ്മയും പ്രശംസിച്ചു. തനിക്കുള്ള പ്രശംസ കേട്ടപ്പോൾ ആ യുവാവ് പറയുന്നുണ്ട്, എന്നെ ഇത്രയധികം പ്രശംസിക്കേണ്ട കാര്യമൊന്നുമില്ല. നാം മനുഷ്യർ വേറൊരു ജീവനെ രക്ഷപ്പെടുത്തുന്നത് മാനവധർമ്മമാണ്. ആ ധർമ്മം ഞാൻ ചെയ്തില്ലെങ്കിൽ മനുഷ്യജന്മം കൊണ്ട് എന്ത് പ്രയോജനമാണ് എനിക്കുള്ളത്? ആ യുവാവ് ആരാണെന്നറിയുമോ? അദ്ദേഹമായിരുന്നു അമേരിക്കയിലെ പ്രഥമ രാഷ്ട്രപതിയായ വാഷിംഗ്ടൺ. പ്രിയമുള്ളവരെ, സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും ജീവിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ഒരു പരിധിവരെ നമുക്കതിന് സാധിക്കാറുമുണ്ട്. നമ്മൾ ജീവിക്കുന്നതോടൊപ്പം നമ്മുടെ കൂട്ടത്തിലുള്ളവർ കൂടി സമാധാനപൂർണമായ ജീവിതം ആസ്വദിക്കാൻ നമ്മൾ കാരണക്കാരാകണം. നിലനിൽപ്പിനു വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന പലസ്തീനിയൻ ജനതയെ നമ്മളൊന്ന് ഓർക്കണം. എല്ലാ വേദനകളും എല്ലാ നഷ്ടങ്ങളും ഉള്ളിലൊതുക്കിക്കൊണ്ട് എന്തും നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ജനത. നിഷ്കളങ്കമായ എത്രയെത്ര മുഖങ്ങളാണെന്നറിയോ അവിടെയുള്ളത്? ചില മുഖങ്ങൾ കാണുമ്പോൾ ഒറ്റനോട്ടത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും അവരുടെ വേദനകളും നൊമ്പരങ്ങളും. ബഹുനില കെട്ടിടങ്ങളും സജീവമായ താമസ സ്ഥലങ്ങളും ഉണ്ടായിരുന്നിടത്ത് ഇന്ന് കത്തിക്കരിഞ്ഞതും തകർന്നടിഞ്ഞതുമല്ലാത്ത ഒരവശിഷ്ടങ്ങളും കാണാൻ സാധിക്കുന്നില്ല. ഒരു പിടി സ്വപ്നങ്ങളും ജീവിതമോഹങ്ങളുമായി ഒരുപാട് മക്കൾ കളിച്ചിരുന്നൊരു സ്ഥലത്ത് വലിയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിലിരുന്ന് വേദനകൾ കടിച്ചു പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന ചില ആളുകളെ കാണാൻ സാധിക്കും. സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ അഭയാർത്ഥികളാകേണ്ടി വന്നവരുടെ അവസ്ഥ ഒരുപക്ഷെ നമുക്ക് ബോധ്യമാകണമെന്നില്ല. നെഞ്ചുപടയാതെ വായിച്ചവസാനിപ്പിക്കാൻ സാധിക്കാത്ത എത്രയെത്ര വാർത്തകൾ നാം കേൾക്കുന്നു. പ്രശസ്തനായ പലസ്തീനി വിപ്ലവ കവി എന്നറിയപ്പെട്ട അബു അറബിയുടെ കവിതകളുടെ മുഖ്യ പ്രമേയം മാതൃരാജ്യത്തേക്കുള്ള മടക്കമാണ്. ഹദ്ദി യാ ബഹർ ഹദ്ദി എന്ന കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, കടലെ ശാന്തമാകൂ, ശാന്തമാകൂ. യാത്ര അതെത്ര ദൂരമാണെങ്കിലും നമുക്ക് മടങ്ങേണ്ടതുണ്ട്. അങ്ങ് ദൂരെ സ്നേഹനിധിയായ എൻ്റെ ഉമ്മ ആ തലയിണകളിൽ ഞങ്ങളുടെ മണം പിടിക്കുന്നുണ്ടാകും. തണൽ പക്ഷികൾ പാട്ടുപാടുന്നത് ഞങ്ങളുടെ മടക്കത്തിന് വേണ്ടിയാണ്. ഒരിറ്റ് ദാഹജലത്തിന് വേണ്ടി നിൽക്കുന്ന, ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ക്യൂ നിൽക്കുന്ന നിഷ്കളങ്കമായ എത്രയെത്ര മുഖങ്ങളാണ് നാം കണ്ടിട്ടുള്ളത്. ഉപ്പയോടൊപ്പം ഉറങ്ങാൻ കിടന്ന പൊന്നുമോൻ നേരം വെളുക്കുമ്പോൾ അതുപോലെ തന്നെ ഉപ്പയുടെ മാറോട് ചേർന്ന് മരണപ്പെട്ട് കിടക്കുന്ന ഉള്ളുനീറുന്ന കാഴ്ചയാണ്. എങ്ങനെയാ പ്രിയപ്പെട്ടവരെ സഹിക്കാനാവുക? നീതി നിഷേധിക്കപ്പെട്ട അധർമ്മകാലത്താണ് നമ്മളുള്ളത്. മനുഷ്യനെ മനുഷ്യനായി കണ്ടവനെ ജീവിക്കാൻ പ്രേരിപ്പിക്കണം. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നിടത്ത് ചില നേരം നമുക്ക് ഇടപെടാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. മതങ്ങളെല്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത് മനുഷ്യരുടെ നന്മയല്ലേ, മാനവികതയല്ലേ? അധർമ്മവും അരാജകത്വവുമല്ല ഭൂമിക്ക് ആവശ്യം. ഒരു പരിധി കഴിഞ്ഞാൽ അതൊക്കെ അവസാനിക്കും. അസമാധാനത്തിന്റെ വിത്ത് വിതയ്ക്കുന്നവരല്ല ഈ ലോകത്തിന് വേണ്ടത്. ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഒരുക്കാനും സമാധാനം പങ്കിടാനും നമുക്ക് കഴിയണം. പലസ്തീനും ഗസയും എല്ലാം നമുക്ക് വലിയ പാഠമാണ് നൽകുന്നത്. എല്ലാം നഷ്ടപ്പെട്ടിട്ടും നിറപുഞ്ചിരികളോടുകൂടി അവർ ജീവിക്കുന്നുണ്ടെങ്കിലേ നാളെ അവർക്ക് ലഭിക്കാനിരിക്കുന്ന വലിയ അനുഭൂതികളെപ്പറ്റി നല്ല ധാരണയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരാളുടെ നഷ്ടത്തിലും പ്രയാസത്തിലും സന്തോഷിക്കുന്ന ആളുകളുണ്ടാകും. എന്നാലേ ഒരു വിശ്വാസിക്കൊരിക്കലും സാധിക്കാത്ത ഒന്നാണത്. കിലോമീറ്ററുകൾക്കപ്പുറം നടക്കുന്ന ഈ നരാധമന്മാരുടെ അതിക്രമവും പീഡനങ്ങളും എല്ലാം
നമ്മെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, മനസ്സിൽ നിന്ന് നന്മ നഷ്ടപ്പെട്ടു പോയിട്ടില്ല എങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. വിശുദ്ധ ഖുർആൻ ഈ ഭീകരതയ്ക്കെതിരെ നമ്മുടെ മുമ്പിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, വല തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅ്മലു ളാലിമൂൻ. അക്രമികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അള്ളാഹു അശ്രദ്ധനാണെന്ന് നീ വിചാരിച്ചു പോകരുത്. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ഭയാനകമായ ദിവസം വരെ അവർക്ക് സമയം നീട്ടിക്കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. നാഥൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.